ഇന്നത്തെ അറിയിപ്പുകൾ. പാൻ കാർഡിന്റെ പേരിൽ വൻ തട്ടിപ്പ്. പാൻ കാർഡ് പുതുക്കൽ എന്ന പേരിൽ ഇമെയിലുകൾ വഴി പ്രചരിക്കുന്ന ലിങ്കുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ആദായ നികുതി വകുപ്പ്. ഇത്തരം ലിങ്കുകളിൽ ആരും ക്ലിക്ക് ചെയ്യരുതെന്ന് നിർദ്ദേശം. പാൻ കാർഡിന്റെ പേരിൽ നടക്കുന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആദായ നികുതി വകുപ്പ്. നവീകരിച്ച പാൻ 2.0 കാർഡുകൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന തട്ടിപ്പ് ഇമെയിലുകളെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. പുതിയ പാൻ കാർഡ് പുറത്തിറക്കിയിട്ടിൽ നിന്നും അത്തരം ഇമെയിലുകൾ പൂർണ്ണമായും വ്യാജമാണെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി. സംശയാസ്പദമായ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുതെന്നും ആദായ നികുതി വകുപ്പ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പാൻ 2.0 കാർഡുകൾ എന്ന പേരിൽ വരുന്ന ഇമെയിലിൽ ആദായ നികുതി വകുപ്പ് QR കോഡുള്ള പുതിയ പാൻ കാർഡ് പുറത്തിറക്കിയിട്ടുണ്ടെന്നും ഉപയോക്താക്കളോട് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പാൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടുന്നു. മെയിലിലെ ലിങ്ക് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് തുറക്കരുതെന്നും അല്ലെങ്കിൽ ഇത്തരം മെയിലുകൾക്ക് മറുപടി നൽകരുതെന്നും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ബുധനാഴ്ച പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 30 പ്രസിദ്ധീകരിക്കുമെന്നും ഓഗസ്റ്റ് 7 വരെ പട്ടികയിൽ പേര് ചേർക്കാമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കരട് വോട്ടർ പട്ടികയിൽ 1034 തദ്ദേശ സ്ഥാപനങ്ങളുടെ 20,998 വാർഡുകളിലായി 2,66,78,256 വോട്ടർമാരാണുള്ളത്. 2024 സംക്ഷിപ്ത പുതുക്കൽ നടത്തിയ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിലേക്ക് ക്രമീകരിച്ചാണ് കരട് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. 2020 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടിക 2023 ഒക്ടോബറിലും 2024 ജൂലൈയിലും പുതുക്കൽ നടത്തിയിരുന്നു. അതേസമയം 2023 ഒക്ടോബറിലെ കരടിൽ 2,76,70,536 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. പട്ടികയിൽ പുതിയതായി 57,640 പേരെ ചേർക്കുകയും മരണപ്പെട്ടതോ സ്ഥലം മാറിപ്പോയതോ ഇരട്ടിപ്പുള്ളതോ ആയ 8,76,876 അനർഹരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അന്തിമ പട്ടികയിലാകെ 2,68,51,298 പേരുണ്ടായിരുന്നു. 2024 ജൂലൈയിൽ പുതുക്കിയ കരട് വോട്ടർ പട്ടികയിൽ 2,68,57,023 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 2,68,907 പേരെ പുതിയതായി ചേർക്കുകയും അനർഹരായ 4,52,951 പേരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിലാകെ 2,66,72,979 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ അതിനുശേഷം പട്ടിക പുതുക്കിയിരുന്നു. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും. ആഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡിസംബർ 12 ആരംഭിക്കുന്ന കൊച്ചി മുസരീസ് ബിനാലെയുടെ 6ാം പതിപ്പിന് മുന്നോടിയായി കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ തിരുവനന്തപുരത്ത് ശില്പശാല സംഘടിപ്പിച്ചു. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ അവരുടെ മാധ്യമങ്ങളിലൂടെ തിരുവനന്തപുരം നഗരം എന്ന ആശയത്തെ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പോർട്രേറ്റ് ഓഫ് എ സിറ്റി എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചത്. ഫ്രാൻസിൽ ജനിച്ച ഇന്ത്യൻ വംശജനായ കലാകാരൻ ഫിലിപ്പ് കാലിയയുടെ നേതൃത്വത്തിൽ കേശവദാസപുരത്തെ നെയ്ബർ ആർട്ട് സ്പേസിലാണ് ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഗവേഷകർ, ഫോട്ടോഗ്രാഫർമാർ, എഴുത്തുകാർ എന്നിവരുൾപ്പെടെ 11 പേരെയാണ് ശില്പശാലയിലേക്ക് തിരഞ്ഞെടുത്തത്. ജൂലൈ 23 ബുധനാഴ്ച നടത്താനിരുന്ന PSC പരീക്ഷകൾ മാറ്റിവെച്ചു. പൊതുമരാമത്ത് വകുപ്പിലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ, ജലസേചന വകുപ്പിലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലെ ട്രേസർ തസ്തികകളിലേക്കുള്ള പരീക്ഷകളാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. അതേസമയം നാളെ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന PSC അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ നോർക്ക റൂട്ട്സിന്റെ ജൂലൈ 24 വരെയുള്ള പരിപാടികൾ മാറ്റിവെച്ചതായി CEO അജിത് കോളശ്ശേരി അറിയിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് 2024 വർഷത്തിലെ കർഷക ഭാരതി അവാർഡിലേക്ക് നോമിനേഷനുകൾ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയ മികച്ച ഫാം ജേർണലിസ്റ്റിനാണ് അവാർഡ് നൽകുന്നത്. അതാത് വ്യക്തികളുടെ നാമനിർദ്ദേശം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം, ശ്രവ്യമാധ്യമം എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് അവാർഡ് നൽകുക. 50,000 രൂപയുടെ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് അവാർഡ്. കൂടുതൽ വിവരങ്ങൾക്ക് www.keralaagriculture.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 28.